പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. +2 തുല്യതയുടെ പൊളിറ്റിക്സ് പരീക്ഷയിൽ പ്രധാനമായും ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുൻ പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലാണ് ആദ്യ ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം. ഒരു ഉപന്യാസ ചോദ്യമാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങൾ നിലവിൽ വന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങൾ നിലവിൽ വന്നു. ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ് ഇന്ത്യ വിഭജനം അനിവാര്യമാക്കിയത്. മൗണ്ട് ബാറ്റൻ പദ്ധതി അനുസരിച്ചാണ് വിഭജന പ്രക്രിയ പൂർത്തിയായത്. അപ്പോൾ ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ് ഇന്ത്യ വിഭജനം അനിവാര്യമാക്കി തീർത്തത്. മൗണ്ട് ബാറ്റൻ പദ്ധതി അനുസരിച്ചാണ് വിഭജന പ്രക്രിയ പൂർത്തിയായത്. 1947 ഇന്ത്യ വിഭജനം വളരെ പെട്ടെന്ന് ഉള്ളതും ആസൂത്രിതമല്ലാത്തതുമായിരുന്നു. അത് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്തു. ആ പെട്ടെന്നുള്ള ഒരു വിഭജനമായിരുന്നു ഇത് ആസൂത്രിതമായിരുന്നില്ല. അതിനാൽ തന്നെ വർഗീയ കലാപങ്ങൾ എല്ലായിടത്തും ഉണ്ടായി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന പ്രക്രിയയിലെ പ്രതിസന്ധികൾ എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മേഖല ഉണ്ടായിരുന്നില്ല. മതവിഭാഗങ്ങളുടെ ഭൂരിപക്ഷം നോക്കിയായിരുന്നു പ്രദേശങ്ങളെ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ വീതം വെച്ചിരുന്നത്. മുസ്ലിങ്ങൾ കേന്ദ്രീകരിച്ചിരുന്ന 2 മേഖലയെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് പശ്ചിമേന്ത്യയിലും മറ്റൊന്ന് പൂർവേന്ത്യയിലും. ഈ 2 മേഖലകളെ പരസ്പരം യോജിപ്പിക്കുക സാധ്യമായ ഒന്നായിരുന്നില്ല. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ മേഖലകൾ വളരെ കുറവായിരുന്നു. ഇവ രണ്ടും വ്യത്യസ്ത ഇടങ്ങളിലായിരുന്നു. മുസ്ലിങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന 2 മേഖലയാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. അതൊന്ന് പശ്ചിമേന്ത്യയിലും മറ്റൊന്ന് പൂർവേന്ത്യയിലുമായിരുന്നു. ഈ 2 മേഖലകളെ പരസ്പരം യോജിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ പാകിസ്ഥാനോടൊപ്പം ചേരാൻ മടിച്ചു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ രാഷ്ട്ര സിദ്ധാന്തത്തിന് തീർത്തും എതിരായിരുന്നു. ഒന്നുകൂടി പറഞ്ഞു തരാം. മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചില്ല. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ പാകിസ്ഥാനോട് ചേരാനും ആഗ്രഹിച്ചില്ല. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ രാഷ്ട്ര സിദ്ധാന്തത്തിന് തീർത്തും എതിരായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളായിട്ടുള്ള പഞ്ചാബിലും ബംഗാളിലും മുസ്ലിങ്ങൾ അല്ലാത്തവർ ഭൂരിപക്ഷം വരുന്ന മേഖലകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഈ 2 സംസ്ഥാനങ്ങളും വിഭജിക്കാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ പോലും ഇവിടെയുള്ളവർക്ക് തങ്ങൾ ഇന്ത്യക്കാരാണോ പാകിസ്ഥാനികളാണോ എന്ന് അറിയാൻ കഴിഞ്ഞില്ല. അതിർത്തിയുടെ ഇരുഭാഗത്തുമുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ വന്നത് ലക്ഷക്കണക്കിന് ഹിന്ദു മുസ്ലിം സിഖ് ജനവിഭാഗങ്ങൾ അവരവരുടെ രാജ്യം വിടാൻ നിർബന്ധിതരായി. അതിർത്തിയുടെ ഇരുവശങ്ങളിലും പെട്ടുപോയ ന്യൂനപക്ഷങ്ങൾ ശരിക്കും കെണിയിൽപ്പെട്ട അവസ്ഥയിലായി. തങ്ങളും തങ്ങളുടെ പൂർവികരും ജനിച്ചു വളരുകയും ജീവിക്കുകയും ചെയ്തു പോന്ന നാട്ടിൽ നിന്ന് പെട്ടെന്ന് അവർ അന്യരായി. ഇനി നമുക്ക് വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ദുരന്തപൂർണമായ ജനതാ കൈമാറ്റമാണ് അവിടെ നടന്നത്. പ്രധാനമായിട്ടും ദുരന്തപൂർണമായിട്ടുള്ള ജനതാ കൈമാറ്റം. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹമായിരുന്നു അത്. ലാഹോർ, അമൃതസർ, കൊൽക്കത്ത എന്നിവ കമ്മ്യൂണൽ സോണുകളായി. ഏതെല്ലാം പ്രദേശങ്ങളാണ്? ലാഹോർ, അമൃതസർ, കൽക്കത്ത എന്നിവ. അഭയാർത്ഥികൾ അക്രമത്തിന് ഇരയായി. അതിർത്തിക്കപ്പുറത്തും ഇപ്പുറത്തും കൂട്ടക്കൊലകളും അതിക്രമങ്ങളും ഉണ്ടായി. അഭയാർത്ഥികൾ അക്രമത്തിന് ഇരയായി തീർന്നു. അതിർത്തിയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിരവധി കൂട്ടക്കൊലകൾ നടന്നു. ഏകദേശം 80 ലക്ഷം പേർ 2 രാജ്യങ്ങളിലുമായി കുടിയേറി. അതിർത്തി കടന്ന് പലായനം ചെയ്യുന്ന ആളുകളുടെ യാതനയും ദുരിതവും അതിർത്തി കടന്നുള്ള യാത്ര വേദനാജനകവുമായിരുന്നു. അതിർത്തികളുടെ ഇരുവശത്തു നിന്നും ആയിരക്കണക്കിന് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിർത്തിയുടെ ഇരുവശങ്ങളിൽ നിന്നും
ആയിരക്കണക്കിന് സ്ത്രീകളെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഒരു വിധത്തിൽ അതിർത്തിക്കപ്പുറത്ത് എത്തിക്കപ്പെട്ടവരുടെ താമസ സൗകര്യമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. 10 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. മതത്തിൻ്റെ പേരിൽ ജനങ്ങൾ പരസ്പരം നിർദ്ദയം കൊന്നു. 10 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. മതത്തിൻ്റെ പേരിൽ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി. ഒന്നിച്ച് ജീവിച്ചിരുന്ന സമൂഹത്തിൻ്റെ ഹിംസാത്മകമായ വിഭജനം കൂടിയായിരുന്നു ഇത്. വിഭജനം സ്വത്ത്, ആസ്തികൾ, ബാധ്യതകൾ എന്നിവ മാത്രമല്ല, സർക്കാർ ജീവനക്കാരെയും റെയിൽവേയെയും വിഭജിച്ചു. അപ്പോൾ സ്വത്തും ആസ്തിയും ബാധ്യതയും മാത്രമല്ല, സർക്കാർ ജീവനക്കാരെയും റെയിൽവേയും എല്ലാം വിഭജിച്ചു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് ദോഷകരമായി ബാധിച്ചു. റെയിൽവേ ജീവനക്കാരും ഗവൺമെൻറ് ജീവനക്കാരും വിഭജിക്കപ്പെട്ടു. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് ചില സംഘടനകൾ ആവശ്യപ്പെട്ടു. സിഖ് രാഷ്ട്രമെന്ന വാദത്തിനും അടിത്തറ പാകി. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. എടുത്തു പറയേണ്ടതാണ്, ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ഒരു കൂട്ടർ വാദിച്ചു, ചിലരാകട്ടെ സിഖ് രാഷ്ട്രമാകണമെന്നും വാദിച്ചു. ഈ അവസരത്തിൽ തന്നെയാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതും. രണ്ടാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാം? ഒരു ഏകീകൃത രാഷ്ട്രം നിർമ്മിക്കുക. 2 ജനാധിപത്യം സ്ഥാപിക്കുക. 3 സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പാക്കുക. 1 ഏകീകൃത രാഷ്ട്രം നിർമ്മിക്കുക, 2 ജനാധിപത്യം സ്ഥാപിക്കുക, 3 സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പാക്കുക. രാഷ്ട്ര നിർമ്മാണം. വൈവിധ്യം നിറഞ്ഞ ഇന്ത്യയെ ഒറ്റ രാഷ്ട്രമാക്കി മാറ്റുക എന്നതായിരുന്നു സ്വതന്ത്ര ഇന്ത്യ നേരിട്ട ആദ്യത്തെ വെല്ലുവിളി. വൈവിധ്യം നിറഞ്ഞ ഇന്ത്യയെ ഒറ്റ രാഷ്ട്രമാക്കി മാറ്റുക എന്നത്. രാജ്യത്തിൻ്റെ വലുപ്പം രാഷ്ട്രനിർമ്മാണം കൂടുതൽ സങ്കീർണമാക്കി തീർത്തു. രണ്ടാമത്തേത് ജനാധിപത്യത്തിൻ്റെ സ്ഥാപനം. ഭരണഘടനാ നിർമ്മാണവും ജനാധിപത്യ രീതികൾ പൗരന്മാരെ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇന്ത്യ നേരിട്ട മറ്റൊരു വെല്ലുവിളി. ഭരണഘടനാ നിർമ്മാണം, ജനാധിപത്യ രീതികൾ പൗരന്മാരെ പരിശീലിപ്പിക്കുക എന്നിവ ഇന്ത്യ നേരിട്ട മറ്റൊരു വെല്ലുവിളിയായിരുന്നു. മൂന്നാമത്തേത് സാമൂഹികവും സാമ്പത്തികവുമായ വികസനം. രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുകയായിരുന്നു മറ്റൊരു പ്രധാന വെല്ലുവിളി. രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക. ദരിദ്ര നിർമ്മാർജ്ജനവും സാമ്പത്തിക വികസനവും സാമൂഹിക സമത്വവും ഉറപ്പുവരുത്തുവാൻ സഹായിക്കുന്ന വിവിധ പദ്ധതികൾ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണകർത്താക്കൾ ആസൂത്രണം ചെയ്തു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 1-ാം പഞ്ചവത്സര പദ്ധതി, 2-ാം പഞ്ചവത്സര പദ്ധതി ഇവ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയ 1-ാം പഞ്ചവത്സര പദ്ധതി 1951-56 കാലഘട്ടത്തിലായിരുന്നു. 1-ാം പഞ്ചവത്സര പദ്ധതി 1951-56 കാലഘട്ടത്തിലായിരുന്നു. ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് ഊന്നൽ കൊടുത്തത്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. കെ.എൻ. രാജ് എന്ന യുവ സാമ്പത്തിക വിദഗ്ധൻ ആസൂത്രണം ചെയ്ത 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ആപ്തവാക്യം സാവധാനം മുന്നേറുക എന്നതായിരുന്നു. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട വാക്യം എന്നത് സാവധാനം മുന്നേറുക എന്നതാണ്. അണക്കെട്ടുകളുടെയും ജലസേചന പദ്ധതികളുടെയും നിർമ്മാണം പദ്ധതിയുടെ ഭാഗമായി നടത്തപ്പെട്ടു. ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള ഭൂവിതരണ സമ്പ്രദായം കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വിഘാതമായിരിക്കുന്നുവെന്നും അതിനാൽ ഭൂനയ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്നും ഈ പദ്ധതി നിർദ്ദേശിച്ചു. എന്നുകൂടി പറയാം, ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള ഭൂവിതരണ സമ്പ്രദായം കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്നുവെന്നും അതിനാൽ ഭൂനയ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്നും ഈ പദ്ധതി നിർദ്ദേശിച്ചു. ബക്കാനങ്കൽ, ഹിരാക്കുഡ്, മേട്ടൂർ ഡാം, ദാമോദർ വാലി പ്രൊജക്റ്റ് എന്നിവയുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ഈ പദ്ധതി കാലത്താണ്. ബക്രാനങ്കൽ, ഹിരാക്കുഡ്, മേട്ടൂർ ഡാം, ദാമോദർ വാലി പ്രൊജക്റ്റുകൾക്ക് തുടക്കം കുറിച്ചു. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക. 2-ാം പഞ്ചവത്സര പദ്ധതി 1956-61 കാലഘട്ടത്തിലായിരുന്നു. 1956-61 വർഷങ്ങളിൽ.
വ്യാവസായിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ഇത് ലക്ഷ്യം വെച്ചത്. വ്യാവസായിക മേഖലയുടെ സമഗ്ര വികസനം. PC മഹലനോബിസിൻ്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ആപ്തവാക്യം ത്വരിതഗതിയുള്ള പരിവർത്തനം എന്നതായിരുന്നു. ആപ്തവാക്യം എന്തായിരുന്നു? ത്വരിതഗതിയുള്ള പരിവർത്തനം എന്നതായിരുന്നു. ഉയർന്ന തോതിലുള്ള ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുവാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും ശക്തിപ്പെടുത്തി. ഉയർന്ന തോതിലുള്ള ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുവാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും ശക്തിപ്പെടുത്തി. ഇന്ത്യയുടെ പ്രധാന ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളായ ബീലായ്, ദുർഗാപൂർ, റൂർക്കേല എന്നിവയ്ക്ക് തുടക്കം കുറിച്ചത് ഈ പദ്ധതി കാലത്താണ്. ബീലായ്, ദുർഗാപൂർ, റൂർക്കേല എന്നിവയ്ക്ക് ആരംഭമിട്ടത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വൈദ്യുതി, റെയിൽവേ, സ്റ്റീൽ, വാർത്താവിനിമയം തുടങ്ങിയ വിവിധ മേഖലകളിൽ മുന്നേറ്റമുണ്ടായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കാരണമായി. വൈദ്യുതി, റെയിൽവേ, സ്റ്റീൽ, വാർത്താവിനിമയം തുടങ്ങിയ വിവിധ മേഖലകളിൽ മുന്നേറ്റമുണ്ടായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കാരണമായി. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹരിത വിപ്ലവം, ഗ്രീൻ റെവല്യൂഷൻ. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെൻറ് ഒരു പുതിയ കാർഷിക തന്ത്രം സ്വീകരിച്ചു. പിന്നാക്കം നിൽക്കുന്ന മേഖലകൾക്കും കർഷകർക്കും കൂടുതൽ പിന്തുണ നൽകുക എന്ന നേരത്തെ ഉണ്ടായിരുന്ന നയത്തിന് പകരമായി നിലവിൽ ജലസേചന സൗകര്യമുള്ള പ്രദേശങ്ങൾക്കും സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെട്ട കർഷകർക്കും കൂടുതൽ വിഭവങ്ങൾ ലഭ്യമാക്കുക എന്ന തീരുമാനമെടുത്തു. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും മെച്ചപ്പെട്ട ജലസേചനവും ഗവൺമെൻറ് വാഗ്ദാനം ചെയ്തു. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, അതുപോലെ മെച്ചപ്പെട്ട ജലസേചനവും ഗവൺമെൻറ് വാഗ്ദാനം ചെയ്തു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലയും സർക്കാർ ഉറപ്പാക്കി. ഇത് രാജ്യത്തെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിക്കുന്നതിന് കാരണമായി തീർന്നു. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില സർക്കാർ നൽകി. അതുപോലെ രാജ്യത്തെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായി. കാർഷിക മേഖലയിൽ ഉണ്ടായ ഈ ഉൽപ്പാദന വർധനവിനെയാണ് ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നത്. കാർഷിക മേഖലയിലുണ്ടായ ഈ ഉൽപ്പാദന വർധനവ്, ഇതിന് നേതൃത്വം നൽകിയത് പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ MS സ്വാമിനാഥനാണ്. അദ്ദേഹത്തെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഡോക്ടർ MS സ്വാമിനാഥനെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. നേട്ടങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മിതമായ കാർഷിക വളർച്ചയിലൂടെ രാജ്യത്തെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വർദ്ധിക്കുന്നതിന് ഇടയാക്കി. മിതമായ കാർഷിക വളർച്ചയിലൂടെ രാജ്യത്തെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വർദ്ധിച്ചു. ദരിദ്ര കർഷകരെ സംഘടിപ്പിക്കുവാൻ ഇടതുപക്ഷ സംഘടനകൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ടായി. ദരിദ്ര കർഷകരെ സംഘടിപ്പിക്കുവാൻ ഇടതുപക്ഷ സംഘടനകൾക്ക് കഴിഞ്ഞു. ഹരിത വിപ്ലവം രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഇടത്തരം കർഷക വിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കി. ഒരു ഇടത്തരം കർഷക വിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി. വിമർശനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഹരിത വിപ്ലവം വിവിധ വിഭാഗങ്ങൾക്കിടയിലും മേഖലകൾക്കിടയിലും ധ്രുവീകരണത്തിന് കാരണമായി. പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് മുതലായ മേഖലകളിൽ കാർഷിക അഭിവൃദ്ധി ഉണ്ടായപ്പോൾ മറ്റു മേഖലകൾ പിന്നോക്കം തുടർന്നു. ഈ മേഖലകൾ ധ്രുവീകരണമുണ്ടായി. പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് മുതലായ മേഖലകളിൽ കാർഷിക അഭിവൃദ്ധി ഉണ്ടായി, മറ്റു മേഖലകൾ പിന്നോക്കം പോയി. ഹരിത വിപ്ലവം ഗോതമ്പ്, നെല്ല് തുടങ്ങിയ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവിൽ കൂടുതൽ ശ്രദ്ധ നൽകിയപ്പോൾ മറ്റു കാർഷിക വിളകളുടെ ഉൽപ്പാദനം ഗണ്യമായി ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു. അപ്പോൾ പ്രധാനമായും ഗോതമ്പ്, നെല്ല് എന്നിവയുടെ ഉൽപ്പാദനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. മറ്റ് കാർഷിക വിളകളുടെ ഉൽപ്പാദനം ഗണ്യമായി കുറയുകയുണ്ടായി. സമ്പന്നരായ കർഷകരായിരുന്നു ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. സമ്പന്നരായ കർഷകരായിരുന്നു ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട മറ്റു ചോദ്യങ്ങളുമായി
മറ്റൊരു ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നന്നായി പഠിക്കുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു.